സാറിൻ്റെ കവിതകളിലേക്കുള്ളൊരു ആത്മീയതയുടെ ഒരു 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 മറ്റുള്ള ഒരു കവിക്കും ഇല്ല എന്ന് എനിക്ക് സ്വന്തമായി പറയാൻ സാധിക്കും. ആ ഒരു വന്നിട്ടുള്ള ഒരു എല്ലാ ഭാഷയും അതിൻ്റെ ഭാവനകളും എല്ലാം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തിരിവ് തുടക്കം അല്ലേ ഒരു പക്ഷേ അവിടെ തന്നെ ആയിരിക്കാം. എല്ലാവരും ഗുരുക്കന്മാരാണ്. അതെ, ഒരു പുഴു പോലും ഗുരുവാണ്, ഒരു തേനീച്ചയും ഗുരുവാണ്, ഒരു വേടനും ഗുരുവാണ്, ഒരു മാനും ഗുരുവാണ്. ഭാഗവതത്തിൽ പറയും പോലെ എല്ലാം ഗുരുവാണ്. പക്ഷേ കുഞ്ഞിരാമൻ നായർ ഈ വിഷയത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആത്മീയ ഗുരുവാണ്. എനിക്കൊന്ന് ഈ സമയത്ത് ഈ സാറിൻ്റെ എന്താ പറയുക കാവ്യം പോലെ സംസാരിക്കുന്ന പോലെ തന്നെ കവിതയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അഗസ്ത്യ ഹൃദയം എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ ചൊല്ലാൻ പറ്റിയ ഒരു അവസരമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആ ഒരു ഹൈറ്റ്സിൽ നിൽക്കുന്ന സ്വയം ശുദ്ധീകരിക്കാൻ അഗസ്ത്യകൂടം തേടിപ്പോകുന്ന പുതിയ മനുഷ്യാത്മാവാണ് അതിലെ രാമൻ. ഈ കാലത്തിൻ്റെ മനുഷ്യാത്മാവ് സ്വന്തം ചെയ്തുകൊണ്ട് സ്വയം രോഗം പിടിച്ചവൻ, സ്വയം പട്ടിണിയായവൻ, അവൻ ആത്മശുദ്ധീകരണത്തിനായി അങ്ങോട്ട് കയറിപ്പോകുന്നതാണ്. അവിടെ കുഞ്ഞിരാമൻ നായരുടെ ഒരു അംശമുണ്ട് ഈ മലകയറ്റത്തിൽ. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിനു മുൻപേ കനൽക്കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിലയുമമ്പും നീട്ടിയിരതിരഞ്ഞും ഭാണ്ഡമൊലിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മലകയറുമീ നമ്മളൊരു വേള ഒരു കാതമേ ഉള്ളു മുകളിലെത്താൻ. ഇപ്പൊഴീ അനുജൻ്റെ ചുമലിൽ പിടിക്കൂ, ഇപ്പാപശില നീ അമർത്തിച്ച വിട്ടു. ഇപ്പൊഴീ അനുജൻ്റെ ചുമലിൽ പിടിക്കൂ, ഇപ്പാപശില നീ അമർത്തിച്ച വിട്ടു. ജീവൻ്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീട്ടും, ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ. ഗിരിമകുടമാണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ, പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ, കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം, ജ്വരമാണ്ടൊരുടലിന് ശാന്തി ചൈതന്യം. ഒടുവിലാണെന്ന് പറയുന്നുണ്ടല്ലേ എൻ്റെ അനുസരണം. ഒടുവിൽ നാം എത്തി ഈ ജന്മശൈലത്തിൻ്റെ കൊടുമുടിയിൽ ഇവിടെ ആരുമില്ലേ എന്നാണ്. ഏതായാലും സാറിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ മുഖങ്ങളിലൂടെ പ്രേക്ഷകർക്കും നമുക്കും നല്ലൊരു അധ്യായത്തിലൂടെ ഒരു പുതിയ ഉൾക്കാഴ്ച ഉണ്ടായ അനുഭവം ഉണ്ടായതിന് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഈ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ആ സൗമ്യനസ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. തുടർന്നുള്ള സാറിൻ്റെ എല്ലാ സർഗാത്മക സൃഷ്ടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്മകൾ. പ്രേക്ഷകരോട് നമ്മൾ ഈ ആഴ്ച ഇന്ന് സാറുമൊത്തുള്ള ഈ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. മനസ്സിൽ എല്ലാവർക്കും ഒരു പുതിയ ഉണർവും ചിന്തനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. നമസ്തേ. തൻ്റെ ജീവിതത്തിലേക്ക് നിയോഗം പോലെ വന്നെത്തിയ അവധൂതർ, ആ സ്വപ്നതുല്യമായ ഓർമ്മകളെ ഇന്നും അമൂല്യമായി താലോലിച്ച് ഒരാൾ.